ഹലോ ഗായ്സ്, ഞാനും ഒരേട്ടനും കൂടി ഇന്ന് സ്പെഷ്യലായിട്ട് ഒരു പൊറോട്ടയും മുട്ടക്കറി ഉണ്ടാക്കാനുള്ള പ്ലാനിലാണ്. എങ്ങനെ ആയിത്തീരുമെന്ന് ഒരു പിടിയുമില്ല, എന്നാലും ഞങ്ങൾ ചെയ്യും. 4 മണിക്കൂറായിട്ട് അടിച്ച് പരത്തി കുഴച്ച് വെച്ചേക്കുന്ന പാവം മാവായിരുന്നത്. ഇതിനെയാണ് ഞങ്ങളിപ്പോൾ എടുത്ത് ഫ്രൈഡാക്കി വെച്ചിരിക്കുന്നത്. അരനേട്ടൻ ദേ പൊറോട്ടയൊക്കെ അടിച്ച് സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നതാണ്. നല്ല സെറ്റ് പൊറോട്ടയാണ് ഇപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് കണ്ടാൽ തോന്നും എന്തോ പ്രൊഫഷണലായിട്ട് ചെയ്യണമെന്ന് തോന്നും. പക്ഷെ ഒരു തേങ്ങ അറിയാണ്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടി ഇന്ത്യയുടെ ഭൂപടം പോലെ ആക്കിയെടുത്തൊരു പൊറോട്ടയാണ് ഈ കാണുന്നത്. പൊറോട്ടയുടെ കൂടെ നമ്മൾ എപ്പോഴും ചിക്കനും ബീഫൊക്കെയാണ് കഴിക്കാറ്. പക്ഷേ ഞങ്ങളിവിടെ മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത്. കാരണം ഞങ്ങളുടെ ചേച്ചി സ്മിതാമണി, പുള്ളിക്ക് തീരെ താല്പര്യമില്ലാത്ത വിഷയമാണ് ചിക്കനും ബീഫൊന്നും. അതുകൊണ്ട് ഞങ്ങളിവിടെ മുട്ടക്കറി ഉണ്ടാക്കുന്നു. മുട്ടക്കറി വെക്കാൻ മിടുമിടുക്കിയായതുകൊണ്ടായിരിക്കാം ചേട്ടൻ എന്നോട് വെക്കാൻ നിർബന്ധിച്ചില്ല. ചേട്ടൻ തന്നെ അത് സെറ്റാക്കി എടുക്കാമെന്ന് പറഞ്ഞ് പുള്ളി എന്നെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി. പക്ഷെ അടിപൊളി മുട്ടക്കറിയാണ്, അത് പറയാതിരിക്കാൻ വയ്യ. ഈ മഴയത്ത് 2 ദിവസം വീട്ടിലിരിക്കുമ്പോഴേക്കും ഇതുപോലെ ഭർത്താവും ഭാര്യയും എല്ലാവരും കൂടി ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോഴേക്കും ഒരു പ്രത്യേക രസമാണ് കേട്ടോ. അത് ഞാൻ ഇന്നറിഞ്ഞു. നിങ്ങളും ഇതുപോലെ വീട്ടിൽ 2 ദിവസം ലീവൊക്കെ എടുത്ത് മഴയൊക്കെ ഉള്ളപ്പോൾ നല്ല ചൂട് സാധനങ്ങൾ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കഴിക്കണം. അതിൻ്റെ ഒരു സുഖം വേറെ ലെവലാണ്. എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഞാൻ സെറ്റാക്കി എല്ലാവർക്കും പ്ലേറ്റിൽ വിളമ്പി എല്ലാവർക്കും കൊടുത്ത് ഇനി അഭിപ്രായങ്ങൾ അറിയാം. എങ്ങനെയുണ്ട്? ഓക്കെ, സന്തോഷമായി. അമ്മ എന്തായാലും സെറ്റായില്ല. പക്ഷെ ഞങ്ങൾ കഴിക്കാൻ നേരത്തെ അച്ഛൻ കുളിക്കാൻ പോയതുകൊണ്ട് അച്ഛൻ്റെ വീഡിയോ മാത്രം ഞങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല. ഇതാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ ഞങ്ങളുടെ വെജിറ്റേറിയൻ കുട്ടി. പൊറോട്ട ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് സൂപ്പറാണെന്നല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ എൻ്റെ കഥ ഇത്രയേ ഉള്ളൂ. അടുത്ത കഥയുമായിട്ട് വേറൊരു ദിവസം വരാം. ടാറ്റാ.